പലരും കോളേജുകളിൽ വെച്ചിട്ട് സ്റ്റാർട്ടപ്പുകളെ പറ്റി ചിന്തിക്കുന്നത് മറ്റേതെങ്കിലും സ്റ്റാർട്ടപ്പുകളെ വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങളെ കമ്പയർ ചെയ്തുകൊണ്ടാണ്. ഈ വ്യക്തി അങ്ങനെ ഒരു സ്ഥാപനം ചെയ്തതുകൊണ്ട് മറ്റേ ഒരു വ്യക്തി സ്ഥാപനം ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം ചെയ്യാം. അതിനുവേണ്ടി 2, 3, 4 പേര് കൂടി ഒരു സ്റ്റാർട്ടപ്പ് ആരംഭിക്കാൻ ശ്രമിക്കുകയാണ്. 3, 4 പേര് കൂടി ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു. അതിനുള്ള പ്രൈമറി ആയിട്ട് വലിയ പ്ലാനുകൾ ചെയ്യുന്നു. ഈ 4 പേരിൽ ഒരാൾ ലീഡർ ഉണ്ടാവില്ല. ഈ 4 പേരും ഈക്വലി ലീഡറായിരിക്കും. ഒരാളുടെ കാഴ്ചപ്പാടിൽ മാത്രം ഈ പ്രസ്ഥാനം ഒരിക്കലും മുമ്പോട്ട് വരില്ല. ഈ 4 പേര് കൂടി തുടങ്ങുന്നവർ 4 പേരുടെ അഭിപ്രായങ്ങൾ തുടക്കത്തിൽ ഒരേപടി ഈക്വലായിട്ട് പോരും. അവർ പരസ്പരം അനുസരിക്കാൻ തയ്യാറാവും. ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള പണം 4 പേരും കൂടി വളരെ കഷ്ടപ്പെട്ട് സ്വരൂപിച്ച് കണ്ടുപിടിക്കും. പക്ഷേ ആദ്യത്തെ ഒരു കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഓരോരുത്തർ അതിൽ തീർച്ചയായിട്ടും അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിച്ചു തുടങ്ങും. അപ്പോൾ തീർച്ചയായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങും. ലക്ഷ്യമെന്നുള്ള സംഭവത്തിലേക്ക് 4 പേർക്ക് 4 തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ വന്നു തുടങ്ങും. ജീവിക്കുക എന്നുള്ള ഒരു വലിയ ബാധ്യത ഈ 4 പേർക്കും വന്നു തുടങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യമുണ്ടായിരുന്ന ഒരു എനർജി ലെവൽ ഈ 4 പേർക്കും പതുക്കെ നഷ്ടപ്പെട്ടു വരുന്നത് കാണാം. ഇതാണ് സ്വാഭാവികമായിട്ട് ഞാൻ പുതിയ സ്റ്റാർട്ടപ്പുകളിൽ പല പ്രസ്ഥാനങ്ങളിൽ വന്നിട്ടുള്ളത്. ഇവിടെ ഏറ്റവും പ്രധാനമായുള്ളത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ 4 പേരെ കോർഡിനേറ്റ് ചെയ്ത ഒരു ലീഡർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു ലീഡർ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ, ഒരു ലീഡറാണ് തൻ്റെ കൂടെയുള്ള 4 കുട്ടികളെ അല്ലെങ്കിൽ 4 ഇവർ ചേർത്ത് ആ 4 പേരുടെ കഴിവുകളെയും എങ്ങനെ ഉപയോഗിക്കാം, ഈ 4 പേരെ നാളെ ഒരു പ്രോബ്ലം ഇല്ലാതെ കൊണ്ടു നടക്കാം, ഇവരെ കൊണ്ട് നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യിക്കാം എന്ന് വിചാരിക്കുന്ന തരത്തിലുള്ളൊരു പ്ലാൻ ഉണ്ടാക്കിയ പ്രസ്ഥാനങ്ങളൊന്നും ഇതുവരെ നശിച്ചിട്ടില്ല. കാരണം ആ ലീഡർഷിപ്പ് എടുക്കുക എന്നുള്ളത് ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. അത് ഒരു കഴിവുമാണ്. അത് പലപ്പോഴും ഈ ലീഡർഷിപ്പ് എടുക്കുന്നതിലാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ലാക്ക് പലപ്പോഴും ഉണ്ടാവുക. കാരണം ഒരു ലീഡർഷിപ്പ് എന്നുള്ളത് പലപ്പോഴും പലരും കാണുന്നത് വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം മാനേജിങ് ഡയറക്ടർ ആവുക, ചെയർമാൻ ആവുക, അല്ലെങ്കിൽ CEO ആവുക എന്നുള്ളതൊക്കെയാണ് ഒരു ലീഡർഷിപ്പിൻ്റെ മാനദണ്ഡം എന്നാണ് പലപ്പോഴും തലമുറകളും അല്ലെങ്കിൽ ഒരു വലിയ വിഭാഗം ജനങ്ങളും മനസ്സിലാക്കുക. ഈ പേരുകൾക്കൊന്നും യാതൊരു തരത്തിലുള്ള പ്രസക്തിയില്ല. ഈ പേരുകൾ വെറും അണ്ടർസ്റ്റാൻഡിങ്ങിനുള്ള വാക്കുകൾ മാത്രമാണ്. ഒരു ചെയർമാൻ എന്ന് പറയുകയോ ഒരു മാനേജിങ് ഡയറക്ടർ എന്ന് പറയുകയോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പറയുകയോ എന്നുള്ളതല്ല. ഞാൻ എന്ത് കോൺട്രിബ്യൂഷനാണ്, ആ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ആ ഒരു പൊസിഷൻ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഏറ്റവും പ്രാധാന്യം.